ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പാടത്ത് പോയിട്ട് പയറ് പൊട്ടിക്കാനായിട്ടാ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് വീഡിയോ എടുക്കണേ. ആൾ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ പയറ് പൊട്ടിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പയറ് പൊട്ടിക്കാനായിട്ടാ. ഹസ്ബൻഡിന് നല്ല വശമാണ് പയറ് പൊട്ടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാ. ആൾ കൃഷിക്കാരനാണ്. അപ്പോൾ ആൾക്ക് അതിന് നല്ല പ്രാപ്തിയുള്ള മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പയർ പൊട്ടിക്കുമ്പോൾ എന്നോട് പറയുന്നുണ്ട്, തിരിച്ച് തിരിച്ച് പയർ പൊട്ടിക്കണം, വലിച്ച് പൊട്ടിക്കരുത്, പിന്നെ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങോട്ട് വള്ളിയൊക്കെ ഇങ്ങോട്ട് പൊട്ടിപ്പോരും, അപ്പോൾ തിരിച്ച് തിരിച്ച് പൊട്ടിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഹസ്ബൻഡ് ഡയറക്ഷൻ തരുമ്പോൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ശരി ഞാൻ അങ്ങനെ തന്നെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അത്ര പിടിക്കണില്ല, എന്നാലും ശരി. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് കുമ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂ എന്ന് പറയും. അപ്പോൾ ശരി ഞാൻ കുമ്പിടുന്നുണ്ട്, ഞാൻ പൊട്ടിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡും അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ തന്നെ പറന്ന് പോണപ്പോൾ കാറ്റാണ് കേട്ടോ പാടത്തുനിന്ന് വരണത്. പിന്നെ പാടമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പയർ പൊട്ടിച്ച് കയ്യിൽ വെച്ചപ്പോൾ ആകെ കുറച്ച് പയറുള്ളൂ. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് 1.5 കിലോ 50 രൂപയ്ക്ക് കിട്ടുന്നു. ഈ പാടത്ത് വെയിലും കൊണ്ട് വന്ന് ഈ പയറൊക്കെ നട്ട് കുറച്ച് പയറാണ് ഇത്. കടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 1.5 കിലോ 50 രൂപയ്ക്ക് കിട്ടുമെന്നും പറയുന്നുണ്ട് കേട്ടോ. ആൾക്ക് തന്നെ ഡെസപ്പായി തോന്നുന്നു. അങ്ങനെ പാടത്ത് നോക്കി, പാടത്ത് ഇറങ്ങണമെന്ന് ആൾ കണ്ടത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 3-4 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ കണ്ടത്തിൽ വെള്ളം ഉണ്ടോ, വെള്ളം വറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു ശരി ഞാൻ കണ്ടത്തിൽ ഇറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു ശരി വായു എന്ന് പറഞ്ഞിട്ട് ആൾ കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പം ഞാനും അതിൻ്റെ പിന്നാലെ ഇറങ്ങി. കണ്ടത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ സ്ഥിതി എനിക്ക് മനസ്സിലായത്. ഞാൻ കാല് വെക്കണത് മുഴുവൻ വഴുക്കലാണ്. എനിക്ക് വീഴാൻ പോണ ടെൻഡൻസി വളരെയധികം കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ പറഞ്ഞു വായോ എനിക്ക് കുഴപ്പമില്ലാന്ന്. പിന്നില്ലേ അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി, പിന്നെ ഒന്നും പറയണ്ട. അങ്ങോട്ട് നടക്കണേ, ഇത് പൊന്തിച്ച് പിടിച്ച് നടക്ക്. കാല് പൊന്തിച്ചേക്ക് കാല് ശരിക്ക് പൊന്തിച്ച് നടക്ക് കാല്. കണ്ണ് കാണാല്ലേ, പതുക്കെ കാണാ മതി. വെള്ളണ്ടാ? അങ്ങോട്ട് വഴിയുണ്ട് നടക്കാണ്ട് കാല് പൊന്നിച്ച്. കണ്ടൊക്കെ നശിപ്പിക്കുക. നടക്കാങ്ങട് ഇങ്ങനെ നേരെ നേരെ നടന്നോ. നീ ചാലിലും കൂടി വീണാ മതി സുഖായി. നീ ഇങ്ങോട്ട് നീക്ക്, ഞാൻ നടക്കാം. ഇങ്ങോട്ട് ബാക്ക് ഇറക്കി. ഇതാനോ എന്നെ പിടിച്ച് തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടും. ആ ചാല ഇതിനകത്തുണ്ട്. അവിടെ പുല്ല് കണ്ടോ, ചേറ് കണ്ടോ അവിടെ. പാടത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വളരെ കിടകളാണ് പാടത്തേക്ക് ഇറങ്ങാന്നൊക്കെ പറഞ്ഞു. അവർ സ്ഥിരം പാടത്തേക്ക് പോകുന്ന ആൾക്കാരെ പോലെ ആദ്യം വല്ലപ്പോഴെങ്ങാനും പാടത്ത് ചെന്ന് കാലുകുത്തിയുള്ള അവസ്ഥ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൊയ്ത്ത് എന്നാ വരണേന്നൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ
ആൾക്കാരോട് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഷീറ്റിലിട്ടിട്ട് വേണം നെല്ല് ചാക്കിലാക്കാൻ, അല്ലെങ്കിൽ മില്ലുകാർ പിടിക്കില്ല. ആദ്യം നേരിട്ട് മിഷയത്തിൽ നിന്ന് ചാക്കിലാക്കലായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഷീറ്റിലിട്ട് നെല്ല് ആക്കിയിട്ട് മാത്രം ചാക്കിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നിബന്ധനകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കൊയ്ത്തിൽ കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചപ്പുറം കഴിഞ്ഞ് പറഞ്ഞു ഒരു കുളം ഉണ്ട്, നമുക്ക് ആ കുളം കാണാമെന്ന്. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പോത്താട്ടുകുളം എന്ന് പറഞ്ഞ കേട്ടോ, നല്ല ഭംഗിയുള്ള കുളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര നീറ്റാണല്ലോ ചേട്ടാ ഈ കുളം എന്ന് പറഞ്ഞു. ആ ഭയങ്കര അടിപൊളി കുളമായിരുന്നു കേട്ടോ, അഴുക്കൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മക്കളെ കൊണ്ട് വരാമായിരുന്നു കേട്ടോ ഈ കുളത്തിലേക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നു അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ സൈക്കിൾ എടുത്ത് വന്ന് ഈ കുളത്തിൻ്റെ ചുറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ പണി പാളും, അത് കാരണം ഇവിടെ കൊണ്ടുവരാത്തത്. നിൻ്റെ മക്കൾക്ക് നീന്തൽ അറിയുമെന്ന് ചോദിച്ചതിനോട്. അത് ശരിയാ, എൻ്റെ മക്കൾക്ക് നീന്തൽ അറിയില്ല, അപ്പോൾ പിന്നെ വെറുതെ അവർ വന്ന് ഇവിടെ പണി വാങ്ങണം എന്ന് വെച്ചു. അപ്പോൾ എനിക്ക് നീന്തലൊന്നും അറിയില്ല, ഞാനൊന്ന് കുളത്തിലിറങ്ങട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഞാൻ വലിയ കാര്യത്തിൽ കുളത്തിലിറങ്ങാട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് കൂടുതൽ ഇറങ്ങിപ്പോയി അവിടെ ഞാൻ പൊക്കിയെടുക്കാൻ വരില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വലിയ സിനിമാ നടിമാർ ചെയ്യുന്ന പോലെ കൈയിട്ടത്ത് വെള്ളത്തിൽ കൈയിട്ട് ഇളക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നന്നായിട്ട് മീനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുളത്തിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു ശരി ഞാൻ കയറി വരാമെന്ന് പറഞ്ഞ് ഞാൻ കയറി വരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതോടുകൂടി എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ.